എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ഇന്ത്യയിൽ ഡേറ്റാ സെന്ററിന്റെ ബൂമിനെ കുറിച്ച്, അതായത് ഡേറ്റാ സെന്ററിന്റെ കുതിച്ചുചാട്ടത്തെ കുറിച്ചാണ്. ഫസ്റ്റ് നമുക്ക് ഡേറ്റാ സെന്റർ എന്താണെന്ന് കണ്ടു നോക്കാം. വേൾഡിലെ എല്ലാ ഡിജിറ്റൽ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്യുന്നതിനും, അതായത് സൂക്ഷിക്കുന്നതിനും അതുപോലെ പ്രോസസ്സ് ചെയ്യുന്നതിനുമായിട്ട് ആയിരക്കണക്കിന് പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ, അതായത് സെർവേഴ്സ് ആവശ്യമുണ്ട്. അതെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു മാസീവ് ബിൽഡിങ്ങിലാണ്. അതിനെയാണ് നമ്മൾ ഡേറ്റാ സെന്റർ എന്ന് പറയുന്നത്. നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ വാട്സപ്പിൽ ഒരു ഫോട്ടോ അയക്കുവാണെങ്കിലും, അത് നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ ഒരു മൂവി കാണുമ്പോഴൊക്കെ അതിന്റെ ഡേറ്റ ഡയറക്റ്റ്ലി പോകുന്നത് ഈ ഡേറ്റാ സെന്ററുകളിലേക്കാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പുതിയ ഡേറ്റാ സെന്ററുകൾ വരണം എന്ന് പറയാനുള്ള റീസൺ നമുക്ക് കണ്ടു നോക്കാം. ആദ്യത്തെ നോക്കുവാണെങ്കിൽ വേൾഡ് ഡേറ്റയിൽ 20% ക്രിയേറ്റ് ചെയ്യുന്ന ഇന്ത്യയാണ്. പക്ഷേ ഇന്ത്യയുടെ ഗ്ലോബൽ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 3% മാത്രമാണ്. അതുപോലെ AI റെവല്യൂഷനായി ChatGPT ഫംഗ്ഷൻ ചെയ്യുന്നതിന് ഡേറ്റാ സെന്ററുകളിൽ മാത്രം പ്രവർത്തിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള GPU ചിപ്പുകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓർഡർ ഇട്ടിട്ടുണ്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റാസ്, അതായത് ബാങ്ക്, ഗവൺമെന്റ് റെക്കോർഡ്സ് ഒക്കെ ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്ന പോയിന്റ് ആണ്, ഇന്ത്യയിലെ 90 കോടി ജനങ്ങളും യൂസ് ചെയ്യുന്നത് 5G ആൻഡ് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷനാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു ചാർട്ട് കാണാൻ സാധിക്കും. ഡേറ്റാ സെന്ററിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന US ഡോളറിലാണ്. ഏറ്റവും കൂടുതൽ ഡേറ്റാ സെന്ററിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അദാനി ഗ്രൂപ്പാണ്. 100 ബില്യൺ ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആമസോൺ 35 ബില്യൺ, റിലയൻസ് 30 ബില്യൺ, മൈക്രോസോഫ്റ്റ് 17.5 ബില്യൺ, ഗൂഗിൾ 5 ബില്യൺ ആണ് ഡേറ്റാ സെന്ററിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് പുതിയ ഡേറ്റാ സെന്ററുകളുടെ നിർമ്മാണത്തിന് വേണ്ടി എങ്ങനെയെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് കണ്ടു നോക്കാം. ആദ്യത്തെ പോയിന്റ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ്. ഡേറ്റാ സെന്ററുകൾക്ക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്റ്റാറ്റസ് ആണ് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്, അതായത് നമ്മുടെ റെയിൽവേ ആൻഡ് ഹൈവേ ഒക്കെ പോലെ. അതുപോലെ തന്നെ 2047 വരെ, അതായത് 20 വർഷത്തേക്ക് ഗ്ലോബൽ കമ്പനികൾക്ക് ക്ലൗഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ടാക്സ് ഫ്രീ ആയിട്ടാണ്. അതുപോലെ തന്നെ 86 കോടി രൂപയാണ് ചിപ്പുകളുടെ നിർമ്മാണത്തിനായി ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളാണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡേറ്റാ സെന്ററുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ ലാൻഡ്, ഇലക്ട്രിസിറ്റി, മറ്റു വസ്തുക്കളും ചീപ്പർ വിലയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡേറ്റാ സെന്ററിന്റെ ബൂം കൊണ്ട് ഏതൊക്കെ സെക്ടറിലാണ് കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ്, പവർ ആൻഡ് ഇലക്ട്രിസിറ്റി. ഇപ്പൊ ഡേറ്റാ സെന്ററിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പവർ ആവശ്യമാണ്. അതുപോലെ തന്നെ വലിയ ട്രാൻസ്ഫോമേഴ്സ്, മാസീവ് ആയിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സ് ആവശ്യമാണ്. അതുപോലെ കൂളിംഗ്. ഡേറ്റാ സെന്റർ എന്ന് പറഞ്ഞാൽ 24x7 അവേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സെർവേഴ്സ് ഒക്കെ ഹോട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കൂളിംഗ് സെക്ടറിനും അതൊരു ബെനിഫിറ്റ് ആണ്. അതുപോലെ കേബിൾ ആൻഡ് ഫൈബർ ഒപ്റ്റിക്കൽസ്. ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമുക്ക് കേബിളും ഫൈബർ ഒപ്റ്റിക്കൽസും ആവശ്യമാണ്. IT ഹാർഡ്വെയർസ്. ഡേറ്റാ സെന്ററിന് ആവശ്യമായ സെർവേഴ്സും ഹാർഡ്വെയർസും ആവശ്യം വരും. അതൊരു IT ഹാർഡ്വെയറിനും അതൊരു ബെനിഫിറ്റ് ആണ്. അതുപോലെ ടെലികോം. ഡേറ്റാ സെന്ററുകൾക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ഇന്റർനെറ്റും സബ്മറൈൻ കേബിൾസും ആവശ്യമാണ്. അതുപോലെ കൺസ്ട്രക്ഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഡേറ്റാ സെന്റർ എന്ന് പറഞ്ഞാൽ തന്നെ ആയിരക്കണക്കിന് സെർവേഴ്സ്, കമ്പ്യൂട്ടറുകൾ ചേർന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. അവിടെ നമുക്ക് ഒരു ബിൽഡിങ്ങിലാണ് ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം കൺസ്ട്രക്ഷൻ മേഖലയ്ക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ്. മേജർ IT സിറ്റീസിന് ചേർന്നിട്ടുള്ള ലാൻഡുകൾക്ക് ഹൈ ഡിമാൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ ബാറ്ററി, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് 24x7 അവേഴ്സ് ഡേറ്റാ സെന്റേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബാറ്ററി ബാക്കപ്പ് ആവശ്യമാണ്. അതുപോലെ വാട്ടർ മാനേജ്മെന്റ്, കൂളിങ്ങിന് വാട്ടർ മാനേജ്മെന്റ് സെക്ടറിനും അതുപോലെ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നതാണ്. കാരണം 24x7 അവേഴ്സ് വർക്ക് ചെയ്യുമ്പോഴത്തേനും നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കൂൾ ചെയ്യണം. അപ്പോൾ വാട്ടർ മാനേജ്മെന്റ് സെക്ടറിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ്. അതുപോലെ സൈബർ സെക്യൂരിറ്റി. ഗ്ലോബൽ ഹാക്കേഴ്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈബർ സെക്യൂരിറ്റിയും ആവശ്യമാണ്. നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ ഡേറ്റാ സെന്ററിന്റെ ബൂമിൽ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള 5G ഇന്റർനെറ്റും അതുപോലെ സ്മാർട്ട് ആയിട്ടുള്ള AI ആപ്ലിക്കേഷനും യൂസ് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി പറയുവാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ ബാങ്ക് ഡേറ്റാസും ഒക്കെ ഹൈലി സെക്യൂർ ആയിരിക്കും. അതുപോലെ നമ്മളൊരു ഇൻവെസ്റ്ററിന്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ, നമുക്ക് IT സെക്ടറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ സപ്ലൈ ചെയിനുകളായി നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്ത ആ 10 സെക്ടറുകളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമാണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.